റോമൻ ചാപ്റ്റർ 8 വേഴ്സ് 18, 8-ാം അധ്യായം 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഞാനിവിടെ പറയാൻ പോകുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചേ. നീ എന്തെല്ലാം സഹിച്ചാലും ഓർത്തോണം, അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ പുറത്തെടുക്കും. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി. അധികം പ്രാവശ്യം തടവിലായി. നിങ്ങൾ സത്യം, ഒരു പ്രാവശ്യം ജയിലിൽ പോയച്ച് പിന്നെ ഉഷിരോടെ പ്രസംഗിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പലവട്ടം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു. അടിക്കണ്ട, നമ്മളെ കമ്പെടുത്താലേ നമ്മൾ ലൈവ് ഇടും. സുവിശേഷ നിമിത്തം ഒരാൾ എന്നെ ആയുധം എടുത്തെന്നൊക്കെ പറഞ്ഞു. പോട്ടെ. പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു. 5 വട്ടം 40 അടി 39 അടി വെച്ച് 5 തവണ കൊണ്ടു. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചുകൂടാതെ ഇതെല്ലാം വന്നിട്ടും പുള്ളി പറയുക, എനിക്ക് ദിവസേന സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട്. നിങ്ങൾ ഇതെല്ലാം ഭവിച്ചിട്ടും പറയാം, പേടിക്കണ്ട, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഒന്ന് കുറയാതെ എത്ര വട്ടാ? 5 വട്ടം അടി കൊണ്ട് 39 പ്രാവശ്യം വീതം. എനിക്കൊന്ന് കേരളത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പുള്ളി പറയുക കഷ്ടം സാരമില്ലെന്ന്. ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത വിഷയം ദൈവം പറയാ, സാരമില്ല. കാരണം എന്താ? നിനക്ക് നിന്നിൽ ഒരു വലിയ തേജസ് വെളിപ്പെടാനുണ്ട്.